Hello everyone, welcome to Rijuan PSK online classes. നേരത്തെ ഫിസിക്സിൻ്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ് ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എളുപ്പമുള്ള ന്യൂമറിക്കൽസ് ചെയ്യാം, കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നീട് പ്രീവിയസ് ഇയറിൻ്റെ നീറ്റിൻ്റെയും ജെയുടെയും അതും ചെയ്യാം. അതോടുകൂടെ ചാപ്റ്റർ ഒരുവിധം സ്ട്രോങ് ആവും. ക്രാഷ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും, നിങ്ങൾക്ക് എക്സാം ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പേപ്പർ, പെന്ന്, സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചോളൂ. കുറച്ച് നേരം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് ഇത് കാണുക, അതിൻ്റെ കൂടെ ചെയ്തു നോക്കാം. ഓക്കെ, മൾട്ടി ടാസ്കിംഗ് ആണ്, കാണുന്നതിൻ്റെ കൂടെ ചെയ്തും കൂടെ നോക്കണം. അതിനുശേഷം വീഡിയോ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. അധികമൊന്നും എടുക്കരുത്, ഒരു 2-3 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക, വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇനി എൻഡ് ചെയ്ത് കഴിയുമ്പോൾ, വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പം ഓർത്ത് വെച്ച പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ തരുന്നുണ്ട്. മറ്റൊന്ന്, ഓരോ ക്വസ്റ്റ്യനും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. തുടങ്ങാം. സ്ക്രീനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ഇൻ കറക്റ്റ് യൂണിറ്റ്. ഇത്തരം ചോദ്യങ്ങൾ പൊതുവെ എളുപ്പമാണ്, എല്ലാ യൂണിറ്റും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ഇൻ കറക്റ്റ് യൂണിറ്റ്. വായിക്കുന്നില്ലേ? ക്വസ്റ്റ്യൻ വായിച്ചല്ലോ അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. അതിൽ സ്ട്രെയിന് യൂണിറ്റ് ഇല്ല എന്ന് പഠിച്ചിട്ടുണ്ടാവും. സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും അത് രണ്ടും ഈക്വലാണ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് പ്രഷറിൻ്റെ യൂണിറ്റാണ്. പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ്റെ ഈ ഡെഫിനേഷൻ തന്നെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. യെസ്. അടുത്തത് എനർജി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. എനർജി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എനർജി എന്ന് പറയുന്നത് പിന്നെ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, വർക്ക് ഡൺ ആണ് എനർജി. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പം കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ്. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പം പറഞ്ഞോട്ടെ, എനർജി എന്ന് പറയുന്നത് വർക്കാണ്, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് മാസ് ഇൻ ടു ആക്സിലറേഷൻ. അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇൻ ടു ഡിസ്റ്റൻസ് വരും. ഇൻ ടു ഡിസ്റ്റൻസ് വരുമ്പം യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. അപ്പം ഇവിടെ പക്ഷേ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് ഇത് തെറ്റാണ്. നമ്മൾ പിടിച്ചു, കള്ളനെ പിടിച്ചു. ലാസ്റ്റ് വൺ പ്രഷർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്കറിയാം. അപ്പം ഇതിലേതാണ് തെറ്റ്? ഓപ്ഷൻ സി തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ എസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ, എസ് ഈസ് മെഷേർഡ് ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ്. ദ യൂണിറ്റ് ഓഫ് സി ഈസ്. ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ഒരു ടേമിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് തന്നെ. ഇവിടെ എസ് ഈക്വൽ ടു വാട്ട് ഈസ് ഗിവൺ? എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ തന്നിട്ട് ഇതിൽ സിയുടെ യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സി? അതാ ചോദിച്ചത്. യൂണിറ്റ് ഓഫ് സി ചോദിക്കണമെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഏത് പ്രിൻസിപ്പിളാണെന്നറിയാമോ? ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ആണ്. അതായത് ഇക്വേഷൻസ് കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. എവിടെ സെയിം ആയിരിക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ആയിരിക്കണം. അതുമാത്രമല്ലാതെ ആഡ് ചെയ്ത അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത ഓരോ ടേമിൻ്റെതും ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ ഞാനത് ഇങ്ങനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം: ദിസ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് ഈ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും ഒന്ന് മാച്ച് ചെയ്ത് നോക്കിക്കേ, സി ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം ഡയമെൻഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ, ഡയമെൻഷൻ ഓഫ് സി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് എസ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ ആയിരിക്കണം. എസ് ബൈ ടി സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഡയമെൻഷൻ ചോദിച്ചിട്ടില്ല, യൂണിറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ഡയറക്റ്റ് യൂണിറ്റ് എഴുതിയാൽ മതി. എസ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പം യൂണിറ്റ് ഓഫ് സി, യൂണിറ്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസിൻ്റേത് മീറ്റർ ആണ്, സെക്കൻഡിൻ്റേത്
ടൈമിൻ്റേത് സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി കുറേയൊക്കെ ബുദ്ധിയുള്ളവർ S=ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഹാഫ് എയുടെ അവിടെ ആക്സിലേഷൻ ആണ് വരേണ്ടത്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 million electron volt 1 MeV is equal to 1 MeV equal to what എന്നാണ് ചോദിച്ചത്. ഈ എം എന്നുള്ളത് നമുക്കറിയാം മില്യൺ ആണ്. മെഗാ മില്യൺ എന്ന് പറയുന്നത് മില്യൺ, എം എന്ന് പറയുന്നത് 10⁶ ആണ്. അതായത് ഇത് 10 ലക്ഷമാണ്. മില്യണർ ആവുമെന്ന് കേട്ടിട്ടില്ലേ? മില്യൺ എം മില്യൺ. സോ ആൻസർ എത്രയാണത്? 1 m 10⁶ ആയതുകൊണ്ട് 1 MeV എന്ന് ഉദ്ദേശിക്കുന്നത് 10⁶ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈസിയാണ്, ഡയറക്റ്റ്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ ഫിസിക്സിൽ നിങ്ങൾ ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് MeV. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പാർസെക് ഈസ് എ യൂണിറ്റ് ഓഫ് പാർസെക്. കേട്ടിട്ടുണ്ടോ ഇത്? പാർസെക് എന്തിന്റെ യൂണിറ്റ് ആണ്? പാർസെക് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. പാർസെക് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ രണ്ട് ലൈൻ വരയ്ക്കുമ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ആംഗിളും ഇവിടെ ഒരു ആർക്ക് ലെങ്ത് ഉണ്ടാവില്ലേ? ഇതിനെ ആർക്ക് ലെങ്ത് AB എന്ന് വിളിക്കാം, ഇതിനെ തീറ്റ ആംഗിൾ എന്ന് വിളിക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് എന്ന് വിളിക്കാം. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തീറ്റ = ആർക്ക് ലെങ്ത് AB ഡിവൈഡഡ് ബൈ റേഡിയസ്, ആർക്ക് ബൈ റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പാർസെക്കൻഡ് പറയുന്നത്. അതായത് ഈ തീറ്റ 1 സെക്കൻഡ് ആവണം. ഈ ആർക്ക് ലെങ്ത് AB എന്ന് പറയുന്നത് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആവണം. അതായത് ഇവിടുന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് അറൗണ്ട് 15 കോടി കിലോമീറ്റർ ആവണം. 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ R എത്രയാണ്? 1 സെക്കൻഡ് ആംഗിളിൽ 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആംഗിൾ അല്ല ആർക്ക് ലെങ്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസിനെയാണ്, ആറിനെയാണ് നമ്മൾ പാർസെക് എന്ന് വിളിക്കുന്നത്. പാർസെക് ഈസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ആംഗിൾ ഓഫ് 1 സെക്കൻഡ് ക്രിയേറ്റ്സ് ആൻ ആർക്ക് ഓഫ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ പാർസെക് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഡിസ്റ്റൻസിൻ്റെതാണ്. ഇത് ചോദിക്കണം എന്താണെന്ന് മനസ്സിലായോ? ഈ സെക്കൻഡ് കണ്ടിട്ട് പലരും ടൈമാണെന്ന് എഴുതാൻ വേണ്ടിയിട്ട്, അങ്ങനെ എഴുതാൻ വേണ്ടി നിങ്ങളെ തെറ്റിക്കാനാണ്. നമ്മൾ തെറ്റുമോ? നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയി. ഫൈൻ. അടുത്തത് 1 kWh ഈക്വൽ ടു എത്രയാണ്? ഇതൊക്കെ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. 1 kWh എന്ന് പറയുന്നത് 1 kilowatt എന്ന് പറയുമ്പോൾ 1000 watt ആണ്. ഇനി ഒരു അവർ എന്ന് പറയുന്നത് 60 minute into 60 ആണ്. സോ ദിസ് ഗീവ്സ് യു 3.6 into 10⁶. ഇത് സെക്കൻഡ് ആണ്. വാട്ട് സെക്കൻഡ്, അതായത് 3.6 into 10⁶. ഈ വാട്ട് സെക്കൻഡിനെയാണ് നമ്മൾ ജൂൾ എന്ന് വിളിക്കുന്നത്. ജൂൾ. ഓക്കെ, 1 watt ഈസ് 1 joule per second. അതുകൊണ്ട് വാട്ട് സെക്കൻഡ് ഈസ് ജൂൾ ആണ്. ഇതിനെ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് 36 into 10⁵ ജൂൾ എന്ന് എഴുതാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് 36 into 10⁵ ജൂൾ ആണ്. There is an equation given in the next question. P plus A by V square into V minus B constant ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, വാൻ ഡെർ വാൾസ് റിലേഷൻ. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഇതിൽ നമ്മൾ അറിയണം, നമ്മൾ ഇത് കൃത്യമായിട്ട് പറയണം കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നെ പറയണം ഇതിൽ ഓരോ ടേം ഏതാണ്. പക്ഷെ നമുക്കറിയാം P പ്രഷറാണ്, V വോള്യമാണ്, ഇതും വോള്യമാണ്, എയും ബിയും രണ്ട് കോൺസ്റ്റൻസ് ആണെന്നറിയാം. യൂണിറ്റ്സ് ഓഫ് എ, വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് എ? എയുടെ മാത്രം യൂണിറ്റ് എന്താണ്? അപ്പം നിങ്ങൾ നോക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് 2 ടേം ആഡ് ചെയ്യണമെങ്കിൽ ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ പിയുടെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കണം? അത് A/V² ഈക്വൽ ആയിരിക്കണം. അതിൽ നിന്ന് എ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് V² എന്നാണ്. യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കണം? ഇവിടെ പ്രഷറിൻ്റെ യൂണിറ്റ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, യൂണിറ്റ് ഓഫ് എ ഈക്വൽ ടു യൂണിറ്റ് ഓഫ് പി ഇൻറ്റു യൂണിറ്റ് ഓഫ് V² എന്ന് എഴുതാം. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് പി? അത് ഇപ്പം ഓപ്ഷൻ നോക്കുകയല്ല. അപ്പോൾ ഡൈൻ എന്ന് പറഞ്ഞാൽ അത് CGS സിസ്റ്റം ആണ്. അപ്പോൾ ഫോഴ്സ് ഡൈനിലാണ്, പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നല്ലേ? ഏരിയ cm² ആണ്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വോള്യത്തിൻ്റെ യൂണിറ്റ് cm³ ആണ്, പക്ഷെ അതിനെ സ്ക്വയർ ചെയ്യണം.
So what will be your answer? ഇതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിന് സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ സ്ക്വയർ, അപ്പോൾ സെൻറ്റിമീറ്റർ ടു ദ പവർ 6 വരും. ഓക്കെ, ഇതിൽ ഒരു 2 ഇതും ക്യാൻസൽ ചെയ്ത 4 ആകട്ടെ. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? ഡൈൻ ഇൻറ്റു സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്നൊരു ആൻസർ കിട്ടും. ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്തു. ഒരേ ഡയമെൻഷൻ ആണെങ്കിൽ യൂണിറ്റ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. സ്പീഡിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. ചെയ്യാൻ ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യും. പിന്നെ തെറ്റുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പീഡ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്പീഡിൽ തെറ്റാതെ ചെയ്യാൻ നോക്കിയാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും ഈ വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a physical quantity is measured and its value is found to be nu, where n is numerical value and u is unit. Then which of the following relation is true? ഇത് വളരെ സിമ്പിൾ ആയ ഒരു ഐഡിയ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു. എന്താ ചോദിച്ചിരിക്കണേ? നിങ്ങൾക്ക് അറിയാമല്ലോ, 1 മീറ്റർ എന്ന് പറയുന്നതിനെ തന്നെയല്ലേ നമ്മൾ 100 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇതിനെ തന്നെയാണ് നമ്മൾ 1000 millimeter എന്നും പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? Meter, centimeter, millimeter. Which is the largest unit here? Largest unit is meter. Which is the smallest one? Millimeter. But smallest unit means largest number. Largest unit means smallest number. But number നോക്കിക്കോ, യൂണിറ്റിന്റെ വാല്യൂ കുറഞ്ഞു യൂണിറ്റിന്റെ സൈസ് കുറഞ്ഞു വരുമ്പം അതിന്റെ നമ്പർ കൂടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പ്രൊഡക്റ്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? ഒരു നമ്പറിൻ്റെയും ഒരു യൂണിറ്റിൻ്റെയും ഒരു പ്രൊഡക്റ്റാണ്. ഇതാണ് കോൺസ്റ്റന്റ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയട്ടെ. നിങ്ങൾ എൻ്റെ ടാബിൻ്റെ ലെങ്ത്ത് നിങ്ങൾ ഏത് യൂണിറ്റിൽ മെഷർ ചെയ്താലും ആക്ച്വലി ലെങ്ത് ഒന്നല്ലേ ഉള്ളൂ. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആണെങ്കിൽ ലെങ്ത് ഒന്നാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞാലും എല്ലാം ഒന്നു തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ കോൺസ്റ്റന്റ് എഴുതിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ യു കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്നും യുവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എൻ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു യു. അതാണ് ഞാൻ പറഞ്ഞത്. യൂണിറ്റ് ചെറുതാകും തോറും നമ്പർ വലുതായിക്കൊണ്ടിരിക്കും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഗുഡ് കോൺസെപ്റ്റ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോൺസെപ്റ്റാണ്. എങ്ങനെ നിങ്ങൾ മെഷർ ചെയ്താലും അതിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, അതെന്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഒരു യൂണിറ്റിനെ കുറിച്ചാണ്. യൂണിറ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? 1 femtometer ഈസ് ഈക്വൽ ടു ഫെർമി. നമ്മുടെ ന്യൂക്ലിയർ സൈസ് പറയുന്നതൊക്കെ ഫെർമിയിലാണ്. ഒരു ഫെർമി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 10⁻⁻15 മീറ്ററിനെയാണ് ഒരു ഫെർമി എന്ന് പറയുന്നത്. ഇത് നമ്മൾ FM എന്ന് എഴുതാം. 1 femtometer അല്ലെങ്കിൽ 1 ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററാണ്. ഓപ്ഷൻ ബി ആണ്. ചോദ്യങ്ങൾ ഇങ്ങനെ എളുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു അല്ലേ? ഫോഴ്സ് ഈക്വൽ ടു എക്സ് ബൈ ഡെൻസിറ്റി. ഫോഴ്സ് ഈക്വൽ ടു എക്സ് ബൈ ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പം നമുക്ക് പറയാം യൂണിറ്റ് ഓഫ് ആദ്യം നമുക്ക് എക്സിൻ്റെ ഒരു ഇക്വേഷൻ അങ്ങ് എഴുതാം. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് എക്സ്? എക്സ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൻസിറ്റി എന്നാവും. ഫോഴ്സ് ഇൻറ്റു ഡെൻസിറ്റി. ഇനി ഇതിൽ ഡയമെൻഷൻസാണ് ചോദിച്ചത്. ഇങ്ങനെ എഴുതണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് എക്സ് അപ്പോൾ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ആയിരിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് നമുക്കറിയാം ml T⁻⁻2 ആണ്. ഡെൻസിറ്റി മാസ് ബൈ വോള്യം അല്ലേ? അപ്പം ml⁻³ T⁻0. So this adding you will get m square കിട്ടും. L⁻1 ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ -3 അപ്പോൾ അത് -2 ആകും. T⁻2 അവിടെ 0. So the dimensional formula should be m square L⁻2 T⁻2 ഓപ്ഷൻ സി ആയിരിക്കും. ഡയമെൻഷണൽ അനാലിസിസ് പൊതുവെ ബുദ്ധിമുട്ടിക്കാറില്ല, എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഡയമെൻഷൻസ് ഓഫ് കൈനറ്റിക് എനർജി. ഇതിൽ പ്രത്യേകിച്ച് കൈനറ്റിക് എനർജി എന്ന് പറയേണ്ട, ഏത് എനർജിയാലും ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റേതാണ്. ml² T⁻2 ആണ്. ഇത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, എനി എനർജി ഒറ്റ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഡയമെൻഷൻസ് ഓഫ് ആർ സി അല്ലെങ്കിൽ സി ആർ. ഇത് സിയും ആറും എന്താണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അത് പറയണം. സി കപ്പാസിറ്റൻസും ആർ റെസിസ്റ്റൻസും ആണെങ്കിൽ ഈ ആർ സി എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് ആണ്. ഒരു കപ്പാസിറ്ററിനെ സംബന്ധിച്ച് അത് ചാർജ് ചെയ്യുമ്പോൾ അത് അപ്രോക്സിമേറ്റ് ഒരു 63%, 63% ചാർജ് ആവാൻ, അതായത് അതിൽ 100 കൂളംബാണ് മാക്സിമം കപ്പാസിറ്റി എങ്കിൽ അറൗണ്ട് 63 കൂളംബ് എത്താൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് ആർ സി ആണ്. അപ്പോൾ ആർ സിയുടെ ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ സി ആറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ഇതുപോലെ ഇൻഡക്ടർ സർക്യൂട്ടിൽ L/R എന്ന് പറയുന്നതും ടൈം കോൺസ്റ്റന്റ് ആണ്. ഇൻഡക്ടറിൽ L/Rഉം കപ്പാസിറ്ററിൽ ആർ സിയുമാണ് ടൈം കോൺസ്റ്റന്റ്. അതിൻ്റെ ഡയമെൻഷൻ ടൈം പീരിയഡിൻ്റെ ഈക്വൽ ആണ്. ചോദ്യം, given that V is speed, R is radius and G is the acceleration due to gravity, which of the following is dimensionless? കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. V²/RG, V²R/G. കൺഫ്യൂസ് ആക്കാൻ പറ്റിയ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ ഒരു സർക്കുലർ പാത്തിൽ ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ മാക്സിമം സ്പീഡിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ എന്നറിയാവോ? V maximum = RG tan theta √. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ V maximum square = RG tan theta എന്ന് കിട്ടുമല്ലോ. ഇതിൽ tan theta എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം V maximum square/RG ആയിരിക്കില്ലേ? ഈ tan theta ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. ട്രിഗണോമെട്രിക് റേഷ്യോ ഡയമെൻഷൻലെസ് ആണ്. ഇത് ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ V²/RG എന്തായിരിക്കണം? അത് ഡയമെൻഷൻലെസ് ആണ്. ഇവിടെ ഓപ്ഷൻ പെട്ടെന്ന് കിട്ടി. V²/RG ആണ് അതിൻ്റെ ആൻസർ. ഇനി വേണമെങ്കിൽ ഇതിൽ ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഡയമെൻഷൻലെസ് ആണോ. ഏതായാലും അതുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്. പെട്ടെന്ന് കിട്ടി. ഇനി ഡയമെൻഷൻ ഓഫ് V². പക്ഷേ ഈ ഡയമെൻഷൻ ആണോ എന്നറിയാൻ ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ഡയമെൻഷൻ V ആണ്. വിയുടെ സ്ക്വയർ ആണ്. അപ്പോൾ LT⁻⁻1ൻ്റെ സ്ക്വയർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് L ആണ്. G ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. LT⁻⁻2 ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ടോപ്പിൽ നിങ്ങൾക്ക് കിട്ടുക L² T⁻², താഴെയും കിട്ടുക L² T⁻². സോ ദിസ് ബിക്കം ഡയമെൻഷൻലെസ്. അടുത്ത ക്വസ്റ്റ്യനും ഹോമോജിനിറ്റി അപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സ്ക്രീനിൽ കാണാം. ഒരു വലിയ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ ഇക്വേഷൻ തന്നിട്ടുള്ളത്? X = AY + B tan CZ. AY + B tan CZ. ഇത് ഇക്വേഷൻ ശരിയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ഡയമെൻഷൻ ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഡയമെൻഷൻ ഓഫ് AY ആയിരിക്കണം = ഡയമെൻഷൻ ഓഫ് B ആയിരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും ടാൻ എന്താണ്? ടാൻ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. അതിന് ഡയമെൻഷൻ ഇല്ല. മറ്റൊരു പോയിന്റ്, ഈ CZ എന്നുണ്ടല്ലോ, ഈ CZന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് CZ? ടാൻ തീറ്റ ഒരു ആംഗിൾ അല്ലേ വേണ്ടേ? ആംഗിൾ എന്ന് പറയുന്നതും ഒരു റേഷ്യോ ആണ്. അതിനും ഡയമെൻഷൻ ഇല്ല. CZ ഡയമെൻഷൻലെസ് ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇനി ചോദ്യം നോക്കാം. വാട്ട് ഈസ് ആസ്ക്ഡ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡു നോട്ട് ഹാവ് സെയിം ഡയമെൻഷൻ? ഏതിനാണ് സെയിം ഡയമെൻഷൻ അല്ലാത്തത്? ഓപ്ഷൻ 1 എക്സ് ആൻഡ് ബി. എക്സും ബിയും ഒരേ ഡയമെൻഷൻ ആണ്. അപ്പോൾ അതല്ല ആൻസർ. സി ആൻഡ് സെഡ് ഇൻവേഴ്സ്. നോക്കൂ, സി ഇൻറ്റു സെഡ് ഡയമെൻഷൻലെസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം സി എന്ന് പറയുന്നത് 1/z ആണെന്നാണ്. അങ്ങനെയാണെങ്കിലല്ലേ ഡയമെൻഷൻ. ഈ ഡയമെൻഷൻലെസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ 1 വിചാരിച്ചോളൂ. ഡയമെൻഷൻലെസ് എന്ന് പറയുമ്പോൾ 1 വിചാരിക്കുക. അപ്പം കാരണം എന്താ? ഡയമെൻഷൻലെസ് എന്ന് പറഞ്ഞാൽ M0 L0 T0 ആണ്. ഇതിന് ന്യൂമറിക്കലി നമുക്ക് 1 വിചാരിക്കാം. വെറുതെ ഒരു നമ്പർ വിചാരിക്കുക. അപ്പോൾ CZ = 1. CZ = 1. ഇപ്പോൾ C എത്രയാണ്? 1/z. 1/z എന്ന് പറയുമ്പം Z ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ നമുക്കറിയാം സിയുടേതും Z ഇൻവേഴ്സിൻ്റെതും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. സോ സെക്കൻഡ് ഓപ്ഷനും അല്ല. മൂന്നാമത്തത് Y ആൻഡ് B/A. Y ആൻഡ് B/A. നോക്കൂ, AY = B ആണല്ലോ. അപ്പോൾ Y എത്രയായിരിക്കണം? അത് ഞാൻ ഇവിടെ ചെയ്യാം. AY = B ആണ്.
therefore y is equal to dimension of b by dimension of a ആയിരിക്കും. അപ്പം y equal to b by a ആയിരിക്കും. അപ്പോൾ അതും ഡിഫറെൻ്റ് അല്ല. ലാസ്റ്റ് വൺ എക്സ് ആൻഡ് എ. എക്സും എയും ഒരേ ഡയമെൻഷൻ ആണോ? അല്ല, അത് ഞാൻ ഇവിടെ എഴുതാം. എക്സ് ഈക്വൽ ടു എ വൈ ആണ്. ഡയമെൻഷൻസ് ഇങ്ങനെ ആയിരിക്കും അല്ലേ? എക്സ് ഈക്വൽ ടു, അപ്പം എക്സ് ഈസ് നോട്ട് ദ ഡയമെൻഷൻ ഓഫ് എ. എക്സിൻ്റെ ഡയമെൻഷൻ എ ഇൻറ്റു വൈ ആണ്. അതുകൊണ്ട് എക്സ് ആൻഡ് എ ഹാസ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ആൻസർ? ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്തു, ലാസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ സ്ക്രീൻ. വാട്ട് ഈസ് ദ ഡയമെൻഷൻസ് ഓഫ് ഇ എം എഫ് ഇൻ എം കെ എസ് യൂണിറ്റ്? എം കെ എസ് യൂണിറ്റ്, എസ് ഐ യൂണിറ്റ് അങ്ങനെ ഡയമെൻഷന് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ എഴുതുന്നതിൽ വ്യത്യാസമുണ്ടോ? കാരണം എം കെ എസ് സിസ്റ്റത്തിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ കെൽവിൻ, ആംപിയർ, മോളൊന്നും എഴുതാൻ പറ്റില്ല. അതൊക്കെ എസ് ഐ സിസ്റ്റത്തിലുള്ളതാണ്. അപ്പം ചാർജ് എന്നുള്ളത് സാധാരണ ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എസ് ഐ സിസ്റ്റത്തിൽ ആംപിയർ ഇൻറ്റു ടി എന്ന് എഴുതാറുണ്ട്. ഇത് എം കെ എസിൽ പറ്റില്ല. എം കെ എസിൽ അതിനെ ചാർജ് ആയിട്ട് തന്നെ എഴുതണം. ഇനി ഇ എം എഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇ എം എഫ് എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എനർജിയാണ്. എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ബൈ ക്യൂ ആണ്. അപ്പം ഇ എം എഫിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ക്യൂ ഇൻവേഴ്സ് എന്ന് എഴുതാം. പക്ഷേ എസ് ഐ സിസ്റ്റത്തിൽ ഒരിക്കലും ക്യൂ ഇൻവേഴ്സ് എന്ന് എഴുതില്ല. പകരം അതിനെ എ ടി എന്ന് എഴുതിയിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ഇവിടെ ഓപ്ഷൻ ഏതാണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ക്യൂ റേസ് ടു -1 ലാസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dimensions of k in equation w equal to half k x square. ഇതിൽ കെയുടെ ഇക്വേഷൻ എഴുതാം. 2w by x square കിട്ടും. ഡയമെൻഷൻസ് അനുസരിച്ചിട്ട് 2ന് ഡയമെൻഷൻ ഇല്ല. ഇത് ഡയമെൻഷൻ ഓഫ് w by ഡയമെൻഷൻ ഓഫ് x square ആയിരിക്കും. So this gives you ml square t raised to -2 work done എനർജിക്ക് ഈക്വൽ ആണ് ബൈ എൽ സ്ക്വയർ. അപ്പോൾ എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ കിട്ടുന്നത് ml0 t raised to -2 ആണ്. ഇതാണ് ഡയമെൻഷൻ. ഏത് ഓപ്ഷൻ ആണ്? ml0 t raised to -2. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ശരിയാണ്. The physical quantities not having same dimension. സെയിം ഡയമെൻഷൻ അല്ലാത്തത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കൂ. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. 1/√, C equal to 1/√μ0 ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പഠിക്കുന്നത്. ഇതനുസരിച്ചിട്ട് ഇതിനെ നമുക്ക് μ0, ഇതിനെ μ0 ε0 ടു ദ പവർ -1/2 എന്ന് എഴുതാം. അതിനകത്ത് സ്പീഡിന്റെ ഡയമെൻഷൻ തന്നെയാണ് ഇത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. സ്പീഡ് ആൻഡ് μ0 ε0 ടു ദ പവർ -1/2 സെയിം ഡയമെൻഷൻ ആണ്. സെക്കൻഡ് വൺ ടോർക്ക് ആൻഡ് വർക്ക്. ടോർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് പേടിക്കണ്ട, ക്രാഷിൽ പഠിപ്പിക്കുകയും ചെയ്യും. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻടു സർട്ടൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് വാട്ട് ഈസ് വർക്ക്? വർക്ക് ഈസ് ആൾസോ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. രണ്ടും ഡയമെൻഷനലി സെയിം ആണ്. കാര്യം രണ്ടും 2 ഡിഫറെന്റ് തിങ്സ് ആണ്, പക്ഷെ ഡയമെൻഷനലി രണ്ടും സെയിം ആണ്. അടുത്തത് മൊമെന്റം ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. മൊമെന്റം ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇതിന്റെ പ്രത്യേകത, ഇതൊരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. മൊമെന്റം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പറഞ്ഞോട്ടെ. സാധാരണ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. mvr is equal to h/2π n into h/2π. n ഒരു നമ്പറാണ്, 2π നമ്പറാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്തിൻ്റെതാണ്? അത് ആംഗുലാർ മൊമെന്റത്തിൻ്റെതാണ്. ആംഗുലാർ മൊമെന്റം അല്ലാതെ മൊമെന്റം അല്ല, ആംഗുലാർ മൊമെന്റം ആണ്. ഇത് രണ്ടും ഡിഫറെൻ്റ് അല്ലേ? ആംഗുലാർ മൊമെന്റം ആണെങ്കിൽ ശരിയാണ്, പക്ഷെ ഇത് മൊമെന്റം എന്ന് എഴുതിയോണ്ട് അത് തെറ്റാണ്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. മൊമെന്റം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിഫറെൻ്റ് ആണ്. ലാസ്റ്റ് വൺ സ്ട്രെസ് ആൻഡ് യങ്സ് മോഡുലസ്. ഇതിന് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്. സ്ട്രെസ്സും യങ്സ് മോഡുലസിനും ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാസ്കൽ സെക്കൻഡ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. പാസ്കൽ സെക്കൻഡ് ഇത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ആണ്.
കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ആണ് പാസ്കൽ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അതിന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആണ്? അത് ഫോഴ്സ്, എനർജി, പ്രഷർ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. നാച്ചുറലി അത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇതാ തിയറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. Error in the measurement of radius of a sphere is 1%. What is the error in the calculated volume? Volume of sphere is given by 4/3 pi r cube. അപ്പോൾ നമുക്ക് എറർ അപ്രോക്സിമേഷൻ കൊടുക്കാം. ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 4/3 പൈക്ക് എറർ ഇല്ല, 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഇതിൽ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100നെയാണ് പെർസെൻറ്റേജ് എറർ ഇൻ ദ റേഡിയസ് എന്ന് പറയുന്നത്. അത് പ്രോബ്ലത്തിൽ 1% തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ എത്രയായിരിക്കണം? 3% ആയിരിക്കണം. ഓപ്ഷൻ ബി ആയിരിക്കും. In the next question, there is a square plate of copper. ഇതിൻ്റെ ഒരു സൈഡ് L ആണ്, അടുത്ത സൈഡും L ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കണം? ഏരിയ L² ആയിരിക്കും. ക്ലിയർ? നൗ വാട്ട് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ? അതിങ്ങനെ എഴുതാം. ഈക്വൽ ടു പവർ എത്രയാണ്? 2. അപ്പോൾ എന്താ എഴുതേണ്ടത്? 2 ഇൻറ്റു ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 ആണ്. ഇനി വായിച്ചു നോക്കൂ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? ഇതിൽ 2% ലെങ്ത്തിന് ചേഞ്ച് വന്നു. അപ്പം ഈ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ്? അത് 2% ആണ്. അപ്പോൾ ഏരിയയിലെ ചേഞ്ച് എത്രയായിരിക്കണം? അത് 4% ആയിരിക്കണം. സിമ്പിളാണ്. 4%. നെക്സ്റ്റ് വൺ, റെസിസ്റ്റൻസ് മസ്റ്റ് ബി കാൽക്കുലേറ്റഡ്. നോക്കൂ, ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 100 ± 5 വോൾട്ട് തന്നിട്ടുണ്ട്. കറണ്ട് തന്നിരിക്കുന്ന എത്രയാണ്? 10 ± 0.2 ആംപിയർ ആണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? V ബൈ I ആണ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇങ്ങനെ എറർ വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒറിജിനൽ വാല്യൂസ് ഡിവൈഡ് ചെയ്യുക. സോ വാട്ട് ഈസ് ദ ട്രൂ വാല്യൂ ഓഫ് R ട്രൂ വാല്യൂ എത്രയാണ്? അത് 100 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 10 ആംപിയർ ആണ്. ഇത് ഡിവിഷൻ അല്ലേ? ഡിവിഷൻ ആണെങ്കിൽ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണെങ്കിൽ അബ്സല്യൂട്ട് എറർ ആഡ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിലും വോൾട്ടേജും കറണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെന്താ ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് അല്ലെങ്കിൽ റിലേറ്റീവ് എറർ ആഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്യുക. ഫസ്റ്റ് വണ്ണിൽ 5/100 എഴുതി. എന്താ 5/100 എന്ന് പറഞ്ഞാൽ അറിയാവോ? അത് ഡെൽറ്റ വി ബൈ വി. റൈറ്റ് ഹിയർ ഡെൽറ്റ വി ബൈ വി എഴുതി. പ്ലസ് 0.2 divided by 10, that is plus delta I by I. So in division and multiplication, relative error or percentage error must be added. അപ്പോൾ ഇതിനെ പെർസെൻറ്റേജ് ആക്കാം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് ആകും. എത്ര കിട്ടും? 5/100 പ്ലസ് ഇതിനെ എനിക്ക് 2/100 എന്ന് എഴുതാം. ഇൻറ്റു 100 എന്ന് എഴുതിയാൽ ഇത് 7/100 ഇൻറ്റു 100 കിട്ടും. ദിസ് ഗീവ്സ് മീ 7% എറർ. ഇതിൻ്റെ വാല്യൂവിൽ 7% എറർ ഉണ്ടാവും. സോ ഒന്നുകൂടെ പറയാം, ഇതൊരു ഡിവിഷൻ പ്രോബ്ലം ആണ്. ഡിവിഷൻ ചെയ്യുമ്പോൾ ആ ഒറിജിനൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒറിജിനൽ വാല്യൂ കിട്ടും. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ആംപിയർ അല്ല, ഇത് ഓം ആണ്. പിന്നെ ഇതിൻ്റെ എററിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫ്രാക്ഷണൽ അല്ലെങ്കിൽ റിലേറ്റീവ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എററിനെ ആഡ് ചെയ്യണം. ആദ്യത്തതിൻ്റെ പെർസെൻറ്റേജ് എറർ 5/100 ഇൻറ്റു 100, രണ്ടാമത്തത് 0.2/10 ഇൻറ്റു 100. ഇത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7% ആണ്. ഇത് 1-2 വട്ടം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഡിഫറെൻ്റ് ആണല്ലോ, അതുകൊണ്ട്. Now we will go to the next one. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 2.331 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ ഒരു ബ്രെഡ്ത്ത് ബി തന്നിട്ടുള്ളത് 2.1 സെൻറ്റിമീറ്റർ. ഇതിനെ ആഡ് ചെയ്യണം. 2 നമ്പർ ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കാര്യം. 2 നമ്പർ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡെസിമൽ പ്ലേസസും ഇതിൻ്റെ ഡെസിമൽ പ്ലേസസും ഈക്വൽ അല്ല. അഡീഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിൻ്റെയും ഡെസിമൽ പ്ലേസസ് ഡിഫറെൻ്റ് ആകുമ്പോൾ ഏതിനാണോ ലോവസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് അതിലേക്ക് ആൻസർ റൗണ്ട് ഓഫ് ചെയ്യണം. ഇതാണ് ടെക്നിക്ക്. അപ്പോൾ ആദ്യം ഡയറക്റ്റ് ആഡ് ചെയ്യാം. എത്ര കിട്ടുക നിങ്ങൾക്ക്? 4.431 സെൻറ്റിമീറ്റർ കിട്ടും. ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് സിംഗിൾ ഡെസിമൽ പ്ലേസിലേക്ക് ആക്കണം. അപ്പോൾ ഈ 1ഉം 3ഉം ഒമിറ്റ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ 4.4 സെൻറ്റിമീറ്റർ ആണ്. മക്കളെ, ആൻസർ 4.4 സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ എന്തിനാണ് അങ്ങനെ ചെയ്തത്? വൈ?
So that is the rule. Study the theory. ഇതിന് രണ്ടിൻ്റെയും precision different ആണ്. അപ്പോൾ least precise ആയിട്ട് വേണം നമ്മളത് എഴുതാൻ. Okay. Find the order of magnitude. ഈ സാധനം order of magnitude. എങ്ങനെയാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് ഇൻ സയന്റിഫിക് നൊട്ടേഷൻ. റൈറ്റ് ഇൻ സയന്റിഫിക് നൊട്ടേഷൻ. ആദ്യം ഇതിനെ സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതണം. ഓക്കെ. സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ a into 10⁻⁵ ഫോമുല. Then if a is less than or equal to 5, take a equal to 1. പറഞ്ഞുതരാം എന്താണ്. If a is greater than 5, take a equal to 10. ഇതാണ് ഇതിൻ്റെ ഫോർമുല, the method. Given നമ്പറിനെ സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതണം. എന്നിട്ട് അതിലെ a എന്നുള്ള നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ അതിനെ 1 എന്ന് വിചാരിക്കുക. അത് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ അത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഗിവൺ നമ്പർ എത്രയാണ്? ഗിവൺ നമ്പർ 10⁻⁴ പ്ലസ് 10⁻⁵ ആണ്. അപ്പം ഇത് മനസ്സിലായല്ലോ. ഞാൻ ബാക്കി ഇവിടേക്ക് ചെയ്യാം. ഓക്കെ. ഗിവൺ നമ്പർ 10⁻⁴ പ്ലസ് 10⁻⁵. ഡിഫറെൻ്റ് എക്സ്പോണൻസ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 10⁻⁴ പ്ലസ് 10 into 10⁻⁴ എന്ന് എഴുതാം. So this gives you 10⁻⁴. ഇതിൽ കോമൺ അല്ലേ? ഇവിടെ 1 കിട്ടും, അവിടെ 10 കിട്ടും. So this is actually 11 into 10⁻⁴ ആണ്. 11 into 10⁻⁴ സയന്റിഫിക് നൊട്ടേഷൻ അല്ല. കാരണം സയന്റിഫിക് നൊട്ടേഷൻ ആവണമെങ്കിൽ a into 10⁻⁵b എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ a must be a number between 1 and 10. a must be between 1 and 10. അതുകൊണ്ട് ഇതിനെ 1.1 into 10⁵ എന്ന് എഴുതാം. 1.1 into 10⁵ എന്ന് എഴുതാം. So a given number is actually 1.1 into 10⁵. ഇനി ഇതിലെ a എത്രയാണ്? അത് 1.1. Is it greater than 5? അല്ല. Is it less than 5? Yes. അപ്പോൾ less than 5 ആണെങ്കിൽ aക്ക് 1 എന്ന് വിചാരിച്ചാൽ ഈ നമ്പർ അപ്രോക്സിമേറ്റ്ലി 10⁵ ആണ്. ഇനി ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ പവറിനെയാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പവർ ഓഫ് ദ 10. സോ ഇവിടെ ആൻസർ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻസർ 5 ആണ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 ആണ് എന്ന് വെച്ചാൽ ഈ നമ്പർ അപ്രോക്സിമേറ്റ്ലി 10⁵ ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഏകദേശം 1,00,000 ഇതിൻ്റെ വാല്യൂ. ഓക്കെ. സോ we have done so many simple questions and now we will do couple of previous year questions. Okay. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. Which of the following 5 physical parameters have the same dimensions? സെയിം ഡയമെൻഷൻ ആണെങ്കിൽ ആദ്യത്തേത് എനർജി ഡെൻസിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾക്ക് എനർജി ഡെൻസിറ്റിയുടെ കണ്ടുപിടിക്കാം. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി ബൈ വോള്യമാണ്. എനർജി ബൈ വോള്യമാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി ബൈ ഡയമെൻഷണൽ ഫോർമുല ഓഫ് വോള്യമാണ്. ആൻഡ് വാട്ട് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എനർജി? നമുക്കറിയാം ml² T⁻⁻² ബൈ L³ ആണ്. ദാറ്റ് ഗീവ്സ് യു ml⁻⁻1 T⁻⁻². ഇത് പ്രഷറിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ആൻഡ് അത് തന്നെയാണ് യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. സോ യുവർ ആൻസർ എനർജി ഡെൻസിറ്റി ആൻഡ് യങ്സ് മോഡുലസ് ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല. ബാക്കി മൂന്നിൻ്റെയും ചെയ്ത് നോക്കണമെന്നില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെയും ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒക്കെ ചെയ്തു നോക്കാം. അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റും ഡയമെൻഷൻ ലെസ് ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വന്നല്ലോ. എന്താ ക്വസ്റ്റ്യൻ? ഡയമെൻഷൻസ് ഓഫ് ഹാഫ് ε0 E സ്ക്വയർ വേർ ε0 ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് E ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ 12th പഠിച്ചിട്ടുണ്ട്. ഹാഫ് ε0 E സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എനർജി ഡെൻസിറ്റിയാണ്.
എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അത് പ്രഷറിൻ്റെ ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ml⁻⁻1 T⁻⁻2 ആണ്. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. ഇത് 2010 പിന്നെ ചോദിച്ചതാണ്. 2010 ക്വസ്റ്റ്യൻ. എന്താണ്? ലോങ് ക്വസ്റ്റ്യൻ ആണ്. A student measures distance traversed in free fall of a body initially at rest in a given time. He uses this data to estimate g, acceleration due to gravity. If the maximum percentage errors in measurement of distance and time are E1 and E2, then the percentage error in the estimation of g. ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആണെങ്കിലും ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നത് മറ്റ് ചാപ്റ്ററുകളിൽ നിന്നാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ബോഡി താഴേക്ക് വീഴുന്നു. ബോഡി ഈസ് ഇൻ ഫ്രീ ഫോൾ. ഫ്രീ ഫോളിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ പഠിക്കണം. അത് S=12 ആണ്. S=12 ആണ്. ഇതിൽ നിന്ന് ജിയുടെ ഇക്വേഷൻ എഴുതണം. എന്താണ് ജിയുടെ ഇക്വേഷൻ? G = 2S/T² എന്ന് എഴുതണം. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് ഇതിൻ്റെ ഡയമെൻഷനും അതിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ഇതിൽ 2 കോൺസ്റ്റൻ്റ് ആണ്. പെർസെൻറ്റേജ് എറർ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കറിയാം ∆G/G × 100 is equal to ഇതിൽ എസിൻ്റെ പവർ 1 ആണ്. അപ്പോൾ അത് ∆S/S × 100 ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിവിഷനിൽ എറർ ആഡ് ചെയ്യണം. പ്ലസ് ഇതിൻ്റെ എറർ എത്രയാണ്? അത് 2 × ∆T/T × 100 ആണ്. സോ പെർസെൻറ്റേജ് എറർ ഇൻ ദ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിന് ഈക്വൽ ആണ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? E1 എന്താണ്? വാട്ട് ഈസ് E1? E1 എന്നാണ് അത് ഡിസ്റ്റൻസിൻ്റെ എസ്സിലെ എററാണ്. ഈ ഒരു കാര്യം E1 തന്നിട്ടുണ്ട്. ഇനി ടൈമിൻ്റെ എറർ എത്രയാണ് തന്നിരിക്കുന്നത്? അത് E2 തന്നിട്ടുണ്ട്. അപ്പോൾ E1 + 2E2 ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. ഡയമെൻഷൻസ് ഓഫ് ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരുന്നതാണ്. μ0 ε0 to the power -1/2. പേടിപ്പിക്കാനാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എന്തോ കാര്യമാണെന്ന് തോന്നും നമുക്ക്. പക്ഷേ നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പഠിച്ചപ്പോൾ പഠിച്ചു സ്പീഡ് ഓഫ് ലൈറ്റ് c = 1/√μ0 ε0 എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ നമുക്ക് μ0 ε0 to the power -1/2 എന്ന് എഴുതാൻ സാധിക്കുമല്ലോ. അപ്പം ഈ μ0 ε0 to the power -1/2 എന്ന് പറഞ്ഞാൽ അത് സ്പീഡാണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് ചോദിച്ചു. വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് ദിസ് തിങ് ചോദിച്ചാൽ അത് ഡയമെൻഷൻ ഓഫ് സ്പീഡാണ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു L⁻⁻1. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 3 ആണ്. L⁻⁻1. ഓക്കെ, യെസ്, വായിച്ചു നോക്കൂ. Density of a material in CGS system of unit is 4 gram per centimeter cube. In a system of units in which a unit of length is 10 centimeter and unit of mass is 100 gram, the value of density of the material will be. ഇത് യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയുടെ ഒരു അപ്ലിക്കേഷനാണ് കൺവേർഷൻ ഇൻ ടു യൂണിറ്റ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 മീറ്റർ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് തന്നെയല്ലേ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയല്ലേ നമ്മൾ 1000 മില്ലിമീറ്റർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ജനറലി പറയാം, ഈ 1 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, m ഒരു യൂണിറ്റ് ആണ്. അപ്പം ഞാനിതിനെ N1 U1 എഴുതാം. അതായത് N1 ആ നമ്പറും M1 M എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ യൂണിറ്റുമാണ്. ഇതിനെ തന്നെയല്ലേ മറ്റൊരു നമ്പറും മറ്റൊരു യൂണിറ്റുമായിട്ട് എഴുതിയത്. അതിനെ തന്നെയാണ് N3 U3 ആയിട്ട് എഴുതുന്നത്. ഇത് യൂണിറ്റ്സിൻ്റെ പ്രത്യേകതയാണ്. യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്പർ മാറും. യൂണിറ്റ് മീറ്റർ എന്നുള്ളതിനേക്കാളും ചെറിയ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ, പക്ഷെ നമ്പർ വലുതായി. സെൻറ്റിമീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റാണ് മില്ലിമീറ്റർ, അപ്പോൾ നമ്പർ വീണ്ടും വലുതായി. ഇപ്പോൾ N1 U1 = N2 U2 = N3 U3 എന്നുള്ള കോൺസെപ്റ്റാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 2 യൂണിറ്റ്സ് മാത്രം മതി. അപ്പം N1 U1 = N2 U2 ഇതാണ് നമുക്ക് വേണ്ടത്.
ഇതിൽ N1 ആൻഡ് U1 എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ എഴുതാം N1 ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുമ്പം അത് മാസ് ബൈ വോള്യം ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ് ഈക്വൽ ടു N2 ഇൻറ്റു മാസ് ബൈ വോള്യം ഇൻ ദ സെക്കൻഡ് സിസ്റ്റം എന്ന് എഴുതാം. N1 മാസ് ബൈ വോള്യം ഫസ്റ്റ് യൂണിറ്റ്, N2 മാസ് ബൈ വോള്യം സെക്കൻഡ് യൂണിറ്റ് എന്ന് എഴുതാം. ഇനി N1 നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അതായത് ഡെൻസിറ്റി 4 യൂണിറ്റ്സ് ആണ്. നോക്കിക്കോ, ഇവിടെ 4 എന്ന് എഴുതാം. N1 4 ആണ്. ഇനി മാസ് എന്തിലാണ് മെഷർ ചെയ്യുന്നത്? ഗ്രാമിലാണ്. വോള്യം മെഷർ ചെയ്യുന്നത് സെന്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ 4 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. N1 U1 ഇത് എന്തിന് ഈക്വൽ ആയിരിക്കണം? സം N2 ഇൻറ്റു വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ്? ഫസ്റ്റ് കേസിൽ മാസ് ഗ്രാം ആണ്, 1 ഗ്രാം ആണെങ്കിൽ സെക്കൻഡ് കേസിൽ മാസിന്റെ യൂണിറ്റ് തന്നത് 100 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്? ഇവിടെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് 10 സെന്റിമീറ്ററിന്റെ ക്യൂബായിട്ടാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ആൻസർ നോ? ഇവിടെ ഇതിനെ 4 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതും. ഇവിടെ എനിക്ക് കിട്ടുന്നത് N2 ഇൻറ്റു 100 ഇൻറ്റു ഗ്രാം ഡിവൈഡ് ബൈ 10 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 1000 ആണ്. പിന്നെ സെന്റിമീറ്റർ ക്യൂബ് ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇതിൽ എന്ത് ചെയ്യാൻ? ഇനി ഇത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് N2 ഇതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ നമ്പർ N2 എത്രയാണ്? സോ വാട്ട് ഈസ് N2 ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് N2 എത്ര കിട്ടുന്നു? N2 കിട്ടുന്നത് 40 ആണ്. സോ ഫസ്റ്റ് യൂണിറ്റിലെ ന്യൂമറിക്കൽ വാല്യൂ 4 ആണെങ്കിൽ സെക്കൻഡ് യൂണിറ്റിൽ അതിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് 40 ആണ്. ദ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ ദ ന്യൂ യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 40. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 3. ആൻസർ ഈസ് ഓപ്ഷൻ 3, 40. You used N1 U1 equal to N2 U2 corresponding units, then you calculated it. All right. ഇത് 2012 നീറ്റിൽ ചോദിച്ചതാണ്. ഓക്കെ, മെഡിക്കൽ എൻട്രൻസ് ആണ്. ഡാമ്പിംഗ് ഫോഴ്സ് ഓൺ ആൻ ഓസിലേറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ദ യൂണിറ്റ്സ് ഓഫ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആർ. ഡാമ്പിംഗ് ഫോഴ്സ് ഓസിലേഷൻ ചാപ്റ്ററിൽ വരുന്നതാണ്. ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അപ്പം നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് എഴുതാം. നിങ്ങൾ ഓസിലേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കോൺസ്റ്റന്റിനെ നമ്മൾ ബി എന്നാണ് എഴുതുന്നത്, ബി ഇൻറ്റു വി. ഇനി എന്താ വേണ്ടത്? അതിൽ ആ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി ബിയുടെ ഡയമെൻഷൻ എത്രയാന്ന് ചോദിച്ചാൽ അത് ഫോഴ്സിന്റെ ഡയമെൻഷനെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫോഴ്സിന്റെ ഡയമെൻഷൻ എത്രയാണ്? ml T⁻². അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? L T⁻⁻1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇതിലെ L ആൻഡ് L ക്യാൻസൽ. T⁻⁻1 T⁻⁻2 എന്ന് പറയുമ്പം m ഇൻറ്റു T⁻⁻1 എന്നാണ് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. പക്ഷെ അതിന്റെ യൂണിറ്റാ ചോദിച്ചത്. എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് യൂണിറ്റ് എഴുതുന്നത്? SI യൂണിറ്റ് കിലോഗ്രാം ആണല്ലോ മാസിൻ്റെത്. അപ്പൊ അവിടെ കിലോഗ്രാം എന്ന് എഴുതണം. ടൈമിൻ്റെ എത്രയാണ്? സെക്കൻഡ് ആണ്, (-1). സോ ഫ്രം ഡയമെൻഷണൽ ഫോർമുല വി റീച്ച് ദ യൂണിറ്റ്സ്. അപ്പം ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി, കോൺസ്റ്റന്റ് എഴുതി, ഡയമെൻഷണൽ ഫോർമുല അപ്ലൈ ചെയ്തു. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആണിത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ യൂണിറ്റ് കണ്ടുപിടിച്ചു. അപ്പം അങ്ങനെ ആ ക്വസ്റ്റ്യനും നമുക്ക് എളുപ്പമായി. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയൊക്കെ ആയിരിക്കും ഈ വർഷത്തെ എക്സാമിന് വരുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാമല്ലോ, റൈറ്റ്? ഇപ്പം ഞാൻ ചെയ്യുന്നത് മുഴുവനും മെഡിക്കൽ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ജെയ് എഴുതുന്നവർ വിചാരിക്കും ഞങ്ങൾ എന്താ ഒഴിവാക്കിയതാണോ? ഒഴിവാക്കിയതല്ല, ഇത് പഠിച്ചൊന്ന് തരാവട്ടെ. കാരണം മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കട്ടിയായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം മെഡിക്കൽ സ്റ്റുഡൻസ് ഇത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. മെയിൻസ് ജെയ് മെയിൻസ് എഴുതുന്ന ആൾക്കാരും ഫോക്കസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 2013 നീറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം ക്വസ്റ്റ്യൻ 2013 നീറ്റ്. ഇൻ ആൻ എക്സ്പെരിമെന്റ് ഫോർ ക്വാണ്ടിറ്റീസ് A, B, C and D are measured with the percentage error 1, 2, 3 and 4. What is the percentage error in P? ഇത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്ററിലെ എക്സസൈസിൽ സിമിലർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എഴുതിക്കോട്ടെ. P equal to A cube B square divided by CD. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് എറർ
ഇൻ എ എത്രയാണ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്? എയിലേത് 1% ആണ്, ബിയിലേത് എത്രയാണ്? 2% ആണ്, സിയിലേത് 3% ആണ്, ഡിയിലേത് 4% ആണ്. ഓർഡറിൽ തന്നിട്ടുണ്ട് 1, 2, 3, 4. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ പി? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ പി? നോക്കിക്കോളൂ, എഴുതുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്താ? ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 എന്താണ്? അത് പെർസെൻറ്റേജ് എറർ ഇൻ പി ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇതിന്റെ പവർ നോക്കണം, എത്രയാണ് പവർ? 3. അപ്പൊ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ്, അടുത്ത് നിങ്ങൾ എന്തായാലും ചെയ്യുന്ന അറിയാം, 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. അടുത്തതാണ് തെറ്റിക്കാൻ പോകുന്നത്, കാരണം ഡിവൈഡഡ് അല്ലേ. അപ്പോൾ പലരും മൈനസ് എഴുതും. ഒരിക്കലും മൈനസ് എഴുതരുത്, പ്ലസ്. ഞാൻ ഈ പ്ലസിനെ ഒന്ന് ബോൾഡ് ആക്കി വെക്കുന്നത് ഡിവിഷൻ ആണെങ്കിലും എഡിഷൻ ആണ്. ഡിവിഷൻ ആണെങ്കിലും എഡിഷൻ ആണ്. ഒരു റിതം ഉണ്ടല്ലേ, ഡിവിഷൻ ആണെങ്കിലും അഡീഷൻ ആണേ. സിയുടെ പവർ എത്രയാ? 1. അപ്പൊ നിങ്ങൾക്ക് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് എഴുതിയാൽ മതി. പ്ലസ് ഡിയുടെ പവർ എത്രയാണ്? അതും 1 ആണ്, ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ശരിയല്ലേ? ഡിയുടെ പവർ 1 അല്ലേ? ഡിയുടെ പവർ 1 ആണ്. ഇനി ഇതെല്ലാം ആഡ് ചെയ്യണം. ഓക്കെ, സോ സ്ഥലമില്ലല്ലോ, ഞാൻ പണി ചെയ്യാം, ഇത് ഇവിടേക്ക് മാറ്റി എഴുതാം, ഇതിന് ആൻസർ എഴുതാം. ഈ ഫസ്റ്റ് ടേം 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 3 പ്ലസ് 4 എത്ര കിട്ടുന്നത്? 3 പ്ലസ് 4 7 പ്ലസ് 3 10 പ്ലസ് 4 14%. ഓക്കെ, ആൻസർ ഈസ് 14%. കറക്റ്റ്, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ടൈപ്പ് വരുന്നതാണ്, ലെങ്തിയാണ്. പെട്ടെന്നൊന്നും, അതായത് ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. മെജോറിറ്റി ക്വസ്റ്റ്യൻ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണം. മിസ്റ്റേക്സ് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്, കാരണം അത് സിമ്പിൾ അരിത്തമെറ്റിക് ആയതുകൊണ്ട്. വാട്ട് ഈസ് ആസ്ക് ചോദിച്ചിരിക്കുന്നത്, ഫോഴ്സ്, വെലോസിറ്റി ആൻഡ് ടൈം ആർ ടേക്കൺ ആസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ദ ഡയമെൻഷൻസ് ഓഫ് മാസ് ആർ. സാധാരണ നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് എടുക്കുന്ന മാസ്, ലെങ്ത്, ടൈം, പിന്നെ ടെമ്പറേച്ചർ, മോൾ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ്, വെലോസിറ്റി, ടൈം. ഇതിനെ നിങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ട് എടുത്തിട്ട് എന്നിട്ട് മാസ് എങ്ങനെ എഴുതും? ഇത് ചെയ്യേണ്ടത്, ഇതിലെ ഫണ്ടമെന്റൽ ഏതൊക്കെയാണെന്ന് നോക്കുക ആദ്യം. അതൊന്ന് എഫ് ആണ്, പിന്നെ ഒന്ന് വെലോസിറ്റി ആണ്, ഒന്ന് ടൈം ആണ്. FVT ഓപ്ഷനിൽ കണ്ടില്ലേ, FVT എന്ന് എഴുതിയിരിക്കണേ. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് മാസ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടില്ലേ? ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന മെത്തേഡിൽ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ പ്രൊപ്പോർഷണൽ ടു പവർ എ ബി സി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ താഴെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്തു. എന്നിട്ട് എഴുതി ഡയമെൻഷൻ ഓഫ് മാസ് എന്തിന് ഈക്വൽ ആയിരിക്കണം? അത് ഡയമെൻഷൻ ഓഫ് എഫിന് ഈക്വൽ ആയിരിക്കണം. പിന്നെ ഡയമെൻഷൻ ഓഫ് വി ടു ദ പവർ ബി ആയിരിക്കണം, ഡയമെൻഷൻ ഓഫ് ടി ടു ദ പവർ സി ആയിരിക്കണം എന്ന് എഴുതി. ഓക്കെ, ഞാനിത് സ്കിപ്പ് ചെയ്തൊരു കോൺസ്റ്റന്റിന്റെ ടേം ആണ്, അത് ആവശ്യമില്ല, ഉപയോഗിക്കണമെന്നില്ല. ഇപ്പം നിങ്ങൾ എൻട്രൻസിന് എഴുതുമ്പോൾ കോൺസ്റ്റന്റ് എന്ന് എഴുതി സമയം കളയണ്ട, ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. മാസിന്റെ ഡയമെൻഷൻ എം ആണ്, ML 0 ആണ്, T0 ആണ്, ഈക്വൽ ടു ഫോഴ്സിൻ്റെത് ML T⁻², പക്ഷെ പവർ എ ആണ്. വെലോസിറ്റി LT⁻⁻1 പവർ ബി ആണ്. ടൈം T⁻C ആണ്. ഇനി എക്സ്പാൻഡ് ചെയ്യാം. ML0 T0 ഈക്വൽ ടു M⁻A. വേറെ എം ഒന്നുമില്ല, പക്ഷെ L⁻A ഉണ്ട്, L⁻B ഉണ്ട്. അപ്പോൾ L⁻A പ്ലസ് ബി. T⁻²A ഉണ്ട്, T⁻B ഉണ്ട്, -2A -B പിന്നെ C. ഇനി എന്താ വേണ്ടത്? അടുത്ത സ്റ്റെപ്പ് കമ്പയർ പവേഴ്സ്. കമ്പയറിങ്, അത് ഞാൻ ഇവിടെ തന്നെ എഴുതാം. കമ്പയറിങ് പവേഴ്സ്. വാട്ട് യു ഗെറ്റ് A എത്രയാ നോക്കൂ. A = 1 കിട്ടും. ചെക്ക് ഇറ്റ്. ശരിയല്ലേ? പിന്നെ A + B = 0 ആണ്. A + B 0 ആണ്, പക്ഷേ A = 1 ആണ്. അപ്പോൾ 1 + B 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് B = -1 ആയിരിക്കണം. ഇനി ലാസ്റ്റ് ഇക്വേഷനിൽ -2 × 1 -1 പ്ലസ് C = 0 ആണ്. സോ ദാറ്റ് ഗീവ്സ് യു C = പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? -2 +1 -1, അത് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എത്ര വരും? +1 വരും. അപ്പോൾ A = 1 കിട്ടും,
ബി ഈക്വൽ ടു -1 കിട്ടും, സി ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ യൂണിറ്റിൽ എഫ് ടു ദ പവർ എ ഈക്വൽ ടു 1, വി ടു ദ പവർ ബി ഈക്വൽ ടു -1 ആൻഡ് ടി ടു ദ പവർ സി ഈക്വൽ ടു 1. അപ്പോൾ എഫ് വി ഇൻവേഴ്സ് ടി എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഏത് ഓപ്ഷനാണ് അതിൽ? എഫ് വി ഇൻവേഴ്സ് ടി റേസ് ടു 1 ഇതാണ് ആൻസർ. എഞ്ചിനീയറിംഗ് ആസ്പിറൻസ്, ജെഇ മെയിൻസ്, ജെഇ അഡ്വാൻസ് എഴുതുന്ന കുട്ടികൾ നോക്കണം. ഇത് ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. ജാനുവരി 20 പിന്നെ ഓൺലൈൻ ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷൻ ഓഫ് ബി സ്ക്വയർ ബൈ 2μ0. ഡയമെൻഷൻ ഓഫ് ബി സ്ക്വയർ ബൈ 2μ0. ഇതെന്താണെന്ന് അറിയാമല്ലോ, ഇത് മാഗ്നറ്റിക് ഫീൽഡിലെ എനർജി ഡെൻസിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡിലെ എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല, എനർജി ഡെൻസിറ്റിയുടെ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. ml raised to -1, T raised to -2. ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് പ്രഷർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയിട്ട് അപ്പം തന്നെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ആൻസർ. ml raised to -1, T raised to -2. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരട്ടെ അല്ലേ എക്സാമിന്. വീണ്ടും ഇതാ 2018 ജെഇ മെയിൻസ് ഓൺലൈൻ 2018 ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കൂ. ഇതേ കാര്യങ്ങൾ തന്നെ വേറെ ലാംഗ്വേജിലേക്ക് പ്രസന്റ് ചെയ്ത് കോംപ്ലിക്കേഷൻ കൂട്ടി. വായിച്ചു നോക്കൂ. ദ റിലേറ്റീവ് അൺസർട്ടനിറ്റി ഇൻ ദ പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് അറൌണ്ട് എർത്ത് ഈസ് 10 raised to -2. റിലേറ്റീവ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ, അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ എറർ ആണ്. റിലേറ്റീവ് എറർ ഇൻ ദ ടൈം പീരിയഡ് ഈസ് ഗിവൺ ബൈ 10 raised to -2 എന്നാണ് ഇരിക്കുന്നത്. If the relative uncertainty in the radius of the orbit delta r by r equal to 0, negligible ആണ്. What is the relative uncertainty in the mass of the earth? What is delta m by m? ഇതാണ് ചോദ്യം. Time period of a satellite, mass of earth, radius. ഏതാണ് ഇക്വേഷൻ? ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ, ടൈം പീരിയഡ് ഈസ് ഗിവൺ ബൈ t equal to 2 pi root of r cube by gm. കെപ്ലർസ് ഇക്വേഷൻ. ഇതിൽ നിന്ന് മാസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ മാസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക? ടി സ്ക്വയർ ഈക്വൽ ടു 4 pi സ്ക്വയർ r cube by gm. സോ m ഈക്വൽ ടു 4 pi സ്ക്വയർ ബൈ ജി കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു r cube by t സ്ക്വയർ. ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ആർ ക്യൂബ് പ്രപ്പോർഷൻ ടു ടി സ്ക്വയർ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷനാണ്. സോ ദാറ്റ് റേഷ്യോ ഈസ് ഈക്വൽ m ഈക്വൽ ടു 4 pi സ്ക്വയർ ബൈ ജി ഇൻറ്റു ആർ ക്യൂബ് ബൈ ടി സ്ക്വയർ. ഇനി ഇതിൽ എറർ അപ്രോക്സിമേഷൻ, വാട്ട് ഈസ് ഡെൽറ്റ m ബൈ m ഈക്വൽ ടു 4 pi സ്ക്വയർ ബൈ ജി കോൺസ്റ്റന്റ് ആണ്, എറർ ഇല്ല, ഈക്വൽ ടു 3 ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് 2 ഡെൽറ്റ ടി ബൈ ടി. ഇതിൽ ഡെൽറ്റ ആർ ബൈ ആർ പ്രോബ്ലത്തിൽ പറഞ്ഞത് 0 ആണ്. 2 into 10 raised to -2 ആണ് ആൻസർ. ജെഇ മെയിൻസ് ആണെങ്കിലും മെത്തേഡൊക്കെ സെയിം ആണ്. ലാംഗ്വേജിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണിക്കുമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വന്നല്ലോ. ഇത് 2018 ഓൺലൈനാണ്. NCERT ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ 2017 നീറ്റിൽ ചോദിച്ചു. ചോദ്യം എന്താണ്? എ ഈക്വൽ ടു, ഐ തിങ്ക് ഐ ഷുഡ് നോട്ട് ഡു ദിസ്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എ ഈക്വൽ ടു പി ക്യൂബ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ എസ്. ഇതിൽ ഓരോന്നിലും എറർ തന്നിട്ടുണ്ട്. പി ക്യൂ ആർ എസ് ഇതിൻ്റെ ഓരോ എറർ തന്നിട്ടുണ്ട്. എത്രയാണ് എറർ തന്നിരിക്കുന്നത്? പി ക്യൂ ആർ എസ് 0.5, 1, then 3 and 1.5. ഇത്രയും പെർസെൻറ്റേജ് ആണ് ഓരോന്നിൻ്റെയും എറർ. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ എ? അപ്പോൾ ആദ്യം ഇത് എഴുതണം. ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു, or delta a by a into 100, percentage തന്നെ എഴുതാം, into 100 is equal to 3 into delta p, 3 delta p, 3 delta p by p into 100 plus 2 delta q by q into 100 പ്ലസ്, ഇവിടെ നോക്കിക്കോ, നേരത്തെ ഞാൻ പറഞ്ഞു ഡിവിഷൻ ആണെങ്കിലും അഡീഷൻ തന്നെയാണ്, പ്ലസ് റൂട്ട് ആറിൻ്റെ പവർ 1 by r ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 പ്ലസ് എസിൻ്റെ പവർ 1 ആണ് ഡെൽറ്റ എസ് ബൈ എസ് ഇൻറ്റു 100. സോ ദിസ് ഗീവ്സ് യു 3 ഇൻറ്റു പെർസെൻറ്റേജ് ഇൻ ദാറ്റ് വൺ ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ക്യൂവിൻ്റെ 1 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു 3 പ്ലസ് 1.5.
What is answer? 3 into 0.5 is 1.5 plus 2 plus 3 by 2 is 1.5 plus 1.5. 1.5, 1.5, 1.5, 4.5, 6.5% error. Option 6.5%. മെത്തേഡ് എളുപ്പമല്ലേ? സെയിം മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് ഷുവറായിട്ട് തറവാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് പഠിക്കാതെ നിങ്ങൾ ഫിസിക്സ് പഠിക്കണ്ട. വെറുതെ എന്തിനാ പോയിട്ട് സമയം കളയണേ? നന്നായിട്ട് പഠിച്ചു, ഉറപ്പായിട്ട് വരും. ഈ ചാപ്റ്ററിന് വേണ്ട കൺസെപ്റ്റുകൾ, കണ്ടന്റുകൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. പ്രോബ്ലംസ് ആസ് മെനി ആസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പോസിബിൾ ആണെങ്കിൽ വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. നന്നായിട്ട് വർക്ക് ചെയ്യുക, റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും. ബിക്കോസ് റിജു ആൻഡ് PSK നിങ്ങളോട് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. മെറ്റീരിയൽസ് ആണെങ്കിലും, വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും, ഡയറക്റ്റ് ക്ലാസ്സസ് ആണെങ്കിലും, യു അപ്രോച്ച് റിജു ആൻഡ് PSK ക്ലാസ്സസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.